ഒരു 2-3 കൊല്ലം മുമ്പ് ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. കാണാനൊന്നും രസമില്ല, നമുക്കുള്ളിലൊരു കോൺഫിഡൻസും ഇല്ല. കാരണം ഡ്രസ്സ് ഇട്ടാലും പാകാവില്ല, മുഖമാണെങ്കിലും ഫുള്ള് ഇതിനെക്കാട്ടും കഷ്ടമാണ്, ഫുൾ ആക്നെയും. അപ്പോൾ ആ ഒരു ടൈമിൽ സ്വന്തമായിട്ട് ഒന്നും അക്കംപ്ലിഷും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ടൈമാണ് ഒരു +1 +2 ആ ടൈം. എനിക്ക് തോന്നുന്നു ഒരു 3 കൊല്ലം മുമ്പൊക്കെ തോന്നുന്നു. മാർക്കുണ്ട് എന്നല്ലാതെ സ്വന്തമായിട്ടൊരു കോൺഫിഡൻസേ ഇല്ല, ഒന്നിനുമില്ല. അങ്ങനെയാണ് ആ ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജിമ്മിന് പോകുന്നത് തന്നെ, വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണത്. അങ്ങനെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റത്തെ കൊല്ലമൊക്കെ നല്ല മറ്റേ ബോഡി ബിൽഡർമാർ മറ്റേ വർക്കൗട്ട് ചെയ്തിന്, ഭയങ്കര ബൾക്കിങ്ങും കട്ടിങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ പീനട്ട് ബട്ടർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല കുത്തി നിറച്ച് തിന്നിന്. കാരണം നമ്മുടെ അടുത്ത് നല്ല ചിലവാക്കാൻ പൈസ അല്ല. അപ്പോൾ കുറഞ്ഞ പൈസ കിട്ടുന്ന സാധനങ്ങൾ നല്ല പ്രോട്ടീനിൽ വാങ്ങിയാണ്ട് അങ്ങനെ കഴിച്ചിരുന്നു ഫസ്റ്റിൽ കേട്ടോ. എന്നിട്ട് അത്യാവശ്യം നല്ല ബോഡി ഉണ്ടായി, ബൾക്ക് ചെയ്താണ്ട് നല്ല വെയിറ്റൊക്കെ എത്തി. എന്നിട്ട് പിന്നീട് നോർമൽ ഹെൽത്തി ആയിട്ട് മുട്ടയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഒരു അന്നുണ്ടാക്കി വെച്ച കുറച്ച് ഫാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി നല്ല സെറ്റ് ബോഡിയായി. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ അന്ന് ജസ്റ്റ് ഒരു എക്സ്റ്റേണൽ വാലിഡേഷന് വേണ്ടി തുടങ്ങിയതായിരുന്നു ഫിറ്റ്നസ് എന്ന് പറയുന്ന സംഭവം, വർക്കൗട്ട് എന്നുള്ളത്. ഇപ്പോൾ അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതില്ലെങ്കിൽ അന്നത്തെ ദിവസമേ പോക്കാണ്. ഇത് എങ്ങനെ ഇപ്പോൾ പറയാം, അത് ഡ്രഗ്സിനെക്കാട്ടും ഭയങ്കര അഡിക്ഷനുള്ളൊരു സംഭവമാണ് ഫിറ്റ്നസ് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ലൈറ്റിങ് കുറവായി കേട്ടോ, അത് അതിൻ്റെ ഒരു ഇതായ ക്ലിയർ കുറവുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഫിറ്റ്നസ് അത്രയും അഡിക്ഷനാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഏതൊരു ചീപ്പ് ഡോപ്പമീൻ കിട്ടുന്ന ആക്ടിവിറ്റി ചെയ്താലും, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു സിനിമ കണ്ടാൽ പോട്ടെ, നമ്മളൊരു ഐസ്ക്രീം തിന്നാൽ, അല്ലെങ്കിൽ ആൽക്കഹോൾ കഴിച്ചാൽ, ഡ്രഗ്സ് ഉപയോഗിച്ചാലൊക്കെ അവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഡോപ്പമീൻ്റെ ഒരു ഗ്രാഫ് ഉണ്ട്. അതിൽ ആദ്യം ഇൻസ്റ്റൻ്റ് ആയിട്ട് അത് മുകൾക്ക് ഒറ്റ പോക്കണം പോകും ആ ഗ്രാഫിൽ. എന്നിട്ട് എന്താ സംഭവിക്കുക വെച്ചാൽ ഒരു ക്രാഷ്, ഏറ്റവും ടോപ്പിലെത്തിയിട്ട് ഡോപ്പമീൻ നമുക്ക് ഏറ്റവും പ്ലഷർ കിട്ടിയതിന് ശേഷം പിന്നെ ക്രാഷിങ് ആയിക്കാരം. അത് ബേസിക്കും അല്ല വരിക, അതായത് നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന സ്റ്റേറ്റിക്കല്ല വരിക, അതിൻ്റെയും താഴത്തേക്കാണ് പോവുക. ഡിപ്രഷൻ എന്ന പോലത്തെ സംഭവമാണ് ഈ ഐസ്ക്രീം. അല്ലെങ്കിൽ ഐസ്ക്രീമിന് അത്ര ലെവലുണ്ടാവില്ല, ആൽക്കഹോളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതാണ് ആൾക്കാർ വീണ്ടും ആ ഒരു പെയിനിനെ വീണ്ടും മുകൾക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സന്തോഷത്തിനോടൊപ്പം അതിനിപ്പോൾ ഒരു പെയിനും ഉണ്ടാവുന്നുണ്ട് നമുക്ക്. അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിന്നെ നമുക്കത് ക്രേവ് ചെയ്യും, നമ്മൾ വീണ്ടും ഡോപ്പമീൻ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഫിറ്റ്നസ് അങ്ങനല്ല. ഫിറ്റ്നസ് ഞങ്ങളൊരു ഹെവി വർക്കൗട്ട് ചെയ്യണം, അത് ഓട്ടമായിക്കോട്ടെ, ഒരു മാരത്തോൺ ഓടായിക്കോട്ടെ. മാരത്തോണൊക്കെ അടിപൊളിയാണ്, അതൊക്കെ ഫുൾ മെൻ്റൽ ഗെയിമാണ്. നല്ലൊരു ഹെവി വർക്കൗട്ട് ആയിക്കോട്ടെ, അതൊക്കെ ആദ്യം സംഭവിക്കുക എന്താ വെച്ചാൽ മേ ബി ആദ്യം നമുക്കൊരു പെയിൻ ആയിരിക്കും, ആ ഗ്രാഫിൽ നമുക്ക് ഒന്നിൻ്റെ താഴത്തേക്ക് പോകും. പിന്നെ ആ വർക്കൗട്ടാണ് കഴിയുന്നതോട് കൂടി ഒരൊറ്റ പോക്കി കയറും മുകൾക്ക്, എൻഡോർഫിനൊക്കെ റിലീസ് ആയിട്ട് പിന്നെ അന്നത്തെ ദിവസമൊക്കെ ഫുൾ അടിപൊളിയായി. അതാണ് വർക്കൗട്ട് പ്രത്യേകത. ഒരു ഹെവി വർക്കൗട്ട് ചെയ്തിങ്ങനെ കിതച്ച് നിൽക്കുന്ന ആളോട് പോയി കണ്ട് നിങ്ങൾ ഡിപ്രസ്ഡ് ആണോ ചോദിച്ചു നോക്കി, ഒരിക്കലും പറയില്ല ഞാൻ ഡിപ്രസ്ഡ്. അങ്ങനെ ഒരാളും പറയില്ല. ഓരോ ലൈഫ് ഒരു രസമില്ല, ആകെ ചടച്ചിരിക്കണമെന്ന് പറയില്ല. ഒക്കെ ഈ മടിച്ച് നിൽക്കുന്ന ആൾക്കാരെ അങ്ങനെ പറയുള്ളൂ. അതാണ് അതിൻ്റെ ഒരു രസം. ആദ്യം എക്സ്റ്റേണൽ വാലിഡേഷന് വേണ്ടി തുടങ്ങിയൊരു സംഭവം അപ്പോൾ അതില്ലാതെ ജീവിക്കാൻ പറ്റാതായി. എന്താ പറയുക, എക്സ്റ്റസി എന്നൊക്കെ പറയില്ലേ, ആ സംഭവം.